വനിത വായിക്കുന്ന സഹോദരിമാരെ, നാന വായിക്കുന്ന യുവാക്കളെ, സിനിമാ ലേഖനങ്ങൾ വായിക്കുന്നവരെ, ഐഡിയ സ്റ്റാർ സിംഗറിലെ പെണ്ണിന്റെ ഉടുതുണി ഉരിഞ്ഞ ആ തോന്നിവാസം കാണുന്നവരെ ഓർക്കണേ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ നമ്മുടെ നെഞ്ചിലേറ്റാൻ ഇനി ആരെ കാത്തിരിക്കുന്നു? വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. കാലത്തിന്റെ ദൈർഘ്യം നമ്മുടെ ഹൃദയങ്ങളെ കടുപ്പിച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ ഓർക്കുക, ഇവിടെ വലിയ വ്യവസായങ്ങൾ തളച്ചു വരികയാണ്. ഹുസൈൻ സലഫി അതിനെ കുറിച്ച് പറയും. സഹോദരങ്ങളെ, ഇന്നിതാ എഞ്ചിനീയർ ആകാൻ പഠിക്കേണ്ടതില്ല, ഡോക്ടറാകാൻ പഠിക്കേണ്ടതില്ല, സ്കൂളിന്റെ വരാന്തകൾ പോലും കാണേണ്ടതില്ല. പാവം പിടിച്ച മനുഷ്യരെ ഒരു മുടിയുടെ പേരിൽ രോമ വ്യാപാരം നടത്തി റോമ സാമ്രാജ്യത്തിന് പകരം ഒരു രോമ സാമ്രാജ്യം പണിയുകയും ആ രോമ സാമ്രാജ്യത്തിന്റെ അധിപനായി ഒരു രോമപുരവും ഒരു കാന്തപുരവും കേരള മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനെ വിസ്തരിച്ചുകൊണ്ട് പ്രമാണനിബദ്ധമായി ബഹുമാന്യനായ ഹുസൈൻ സലഫി പ്രസംഗിക്കും. അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ മുടി എന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്ന ഈ ബിസിനസിനെതിരെ നിങ്ങൾക്കറിയാം, സ്വർണ്ണ വ്യാപാരം, വെള്ളി വ്യാപാരം, തുണി വ്യാപാരം എന്നൊക്കെ പറഞ്ഞ പല വ്യാപാരങ്ങളുണ്ട്. ഒരു പുതിയ വ്യാപാരം ഈ ലോക വിപണിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. രോമ വ്യാപാരം. വിശ്വപ്രസിദ്ധ രോമ വ്യാപാരി എന്ന തസ്തികയിലേക്ക് ഒരു മനുഷ്യന് ഇനിയൊരു പത്മശ്രീ അവാർഡ് കിട്ടിക്കൂടായികയില്ല. എന്തൊരു വ്യവസായമാണ്! അധ്വാനിക്കാതെ നേടുന്ന ഈ സമ്പാദ്യത്തെക്കുറിച്ച് നാളെ മഹ്ശറയിൽ എവിടെ നിന്ന് സമ്പാദിച്ചോ, എവിടെ ചെലവഴിച്ചോ, ആദരവായ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാണ് ഈ തട്ടിപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത, നബിയെ സ്നേഹിച്ച, നബിയെ ബഹുമാനിച്ച, നബിയുടെ മരണം കണ്ണുനീരിലാഴ്ത്തിയ, നബിയുടെ കൂടെ സൗർ ഗുഹയിലേക്ക് യാത്ര പോയ, നബിയുടെ കൂടെ ഗുഹയിൽ പങ്കുവെച്ച അബൂബക്കർ സിദ്ദീഖ് റബീഉൽ അവ്വൽ 2 കടന്നുപോയി. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മുടി പ്രദർശിപ്പിച്ചില്ല. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഉമറിന്റെ ഭരണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം ഉൾക്കൊള്ളാതെ തപിക്കുന്ന ഹൃദയവുമായി, സ്പന്ദിക്കുന്ന ഹൃദയവുമായി അല്ലാഹുവിന്റെ റസൂല് മരിച്ചു എന്ന് പറഞ്ഞവരുടെ തലഞാനറിയുമെന്ന് വൈകാരികമായി പ്രതികരിച്ച ഉമർ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തവരാരും റബീഉൽ അവ്വൽ 10 കടന്നുപോയെങ്കിലും അവരാരും മുടി പ്രദർശിപ്പിച്ചില്ല, മുടിയിട്ട് വെള്ളം വിട്ടില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, മുടിക്കെതിരെ പ്രതിഷേധിച്ച ഈ കെ സുന്നികളിൽ റഹ്മത്തുള്ളാഹി ഖാസിമി ഈ ഒരു ചെറിയ കുപ്പിയിലെ വെള്ളം 25,000-ന് വിറ്റു. സനദുള്ള വെള്ളമാണെന്നാണ് മൂപ്പര് പറയുന്നത്. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ നിന്ന് റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ നാവ് കൊണ്ട് സനദുണ്ട് എന്ന് പറഞ്ഞാൽ അത് സനദാണെന്നും, കാന്തപുരത്തിന്റെ നാവ് കൊണ്ട് സനദുണ്ടെന്ന് പറഞ്ഞാൽ അത് സനദല്ലെന്ന് പറയുന്നത് ഏത് മാനദണ്ഡം അനുസരിച്ചാൽ? ഖാസിമി സനദ് ഉദ്ധരിച്ചിട്ടില്ല, ആ കാന്തപുരം സനദ് ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി സൂക്ഷിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല. പള്ളിയുടെ പർപ്പസ് രോമസൂക്ഷിപ്പല്ല, മറിച്ച് പള്ളിയുടെ പർപ്പസ് യഖാഫുന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വല്ലബ്സാറ. കണ്ണുകളും ഹൃദയങ്ങളും അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ട് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, റബ്ബിന്റെ മുമ്പിൽ റുകൂഉ ചെയ്യാൻ, റബ്ബിന്റെ മുമ്പിൽ ഖായിമാകാൻ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ലോക ചരിത്രത്തിൽ സഹാബികൾ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, തബൂഅത്ബാകൾ ചെയ്യാത്ത, മദ്ഹബിന്റെ ഇമാമികൾ ചെയ്യാത്ത, കാന്തപുരം വരെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും ഒരു രോമം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ഹസ്രത്ത് ബാൽ പള്ളി ഉണ്ടായതിനു ശേഷം രോമം കിട്ടി എന്നാ പറയുന്നത്. സനദുള്ള നബിയുടെ ആസാറുകളിൽ ഒന്നുപോലും, നബിയുടെ കുപ്പായം, നബിയുടെ പുതപ്പ്, നബിയുടെ വടി, നബിയുടെ പാത്രം എല്ലാം ഖബറിന്റെ ഭാഗമായി.